പൊരിച്ചത് കഴിക്കാം, പക്ഷെ ചുട്ടത് എന്ന് പറഞ്ഞാൽ ചുട്ടയിൽ എണ്ണയുടെ ദോഷം വരെ എന്തിലില്ല? മണ്ണിലില്ല. മണ്ണിൽ അതിനാൽ പൊതിയാം, മണ്ണിൽ പൊതിഞ്ഞിട്ട് അടുപ്പിലിട്ട് ചൂടുക, ഡയറക്റ്റ് തീ ഇതിലേക്കൂട്ട് വരില്ല. പിന്നെ വെന്തതിന് ശേഷം ഈ മണ്ണും അതിൻ്റെ തൊലിയും കൂടെ ഒഴിവാക്കുക. എന്താ അതിൻ്റെ രസം, വല്ലാത്ത രസമാണ് അതൊക്കെ. ചേനയിൽ ഗ്ലൂക്കോമാനൻ എന്ന ഒരു പ്രത്യേകമായ ഒരു വസ്തുവുണ്ട്. ഈ ഗ്ലൂക്കോമാനനെ സംബന്ധിച്ചിടത്തോളം അത് ദഹന പ്രക്രിയയും കുടലിൻ്റെ ആരോഗ്യത്തെയും വളരെ കൂടുതൽ സ്വാധീനിക്കുന്നതാണെന്ന് കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റി പഠനം പുറത്തു വന്നിട്ടുണ്ട്. ഗ്ലൂക്കോമാനൻ ചേനയിൽ അടങ്ങിയിട്ടുള്ളതാണ്. ഇതിൻ്റെ ഗുണങ്ങൾ എന്താണ്? ഇത് ക്യാൻസർ രോഗത്തിൻ്റെ സാധ്യത തന്നെ കുറക്കും. ചേനയിൽ അടങ്ങിയിട്ടുള്ള ഗ്ലൂക്കോമാനൻ കുടലിൻ്റെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ് എന്ന് മാത്രമല്ല, അത് ക്യാൻസർ സാധ്യതയെ വളരെ കൂടുതൽ കുറക്കും. കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയും ഇതേ പഠനങ്ങൾ നടത്തിയിട്ടുണ്ട് എന്ന് മാത്രമല്ല, ശരീരത്തിനുള്ളിലെ വിഷാംശങ്ങളെ പുറത്ത് കളയാൻ ചേനയിൽ അടങ്ങിയിട്ടുള്ള ഗ്ലൂക്കോമാനിന് കഴിയും എന്ന് കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയുടെ പഠനമുണ്ട്. ക്യാൻസർ കൂടിയപ്പോൾ ഒരു നാട്ടുകാർ 40ഓളം മൈലുകൾ എന്നെ നിർബന്ധിച്ചിട്ടാണ് ഞാൻ എന്ത് ചെയ്തത്, ക്യാൻസറിനെ തടയാനുള്ള ഭക്ഷണ മര്യാദകൾ പഠിപ്പിച്ചതാണ് ഒരു 6-7 കൊല്ലം മുമ്പ്. അതിൽ ജ്യൂസിനെ പറ്റിയൊരു ഭാഷ പറഞ്ഞത് അതെടുത്തിട്ട് കത്തിച്ചു. ആ പ്രഭാഷണം കേട്ടില്ല. പക്ഷേ പിന്നീട് കുറച്ച് ആളുകൾ പ്രഭാഷണം കേട്ടിട്ട് എന്നോട് മാപ്പ് പറഞ്ഞു. 1000കണക്കായ ആളുകൾ ഈ പ്രഭാഷണത്തിൽ എന്നോട് മാപ്പ് പറഞ്ഞിട്ടുണ്ട്, മാപ്പാക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം ആ പ്രഭാഷണം നിങ്ങൾ കേട്ടിരിക്കണം, നിർബന്ധമായിട്ട് കേട്ടിരിക്കണം. ആ പ്രഭാഷണം ഒരു ചെറിയ ഏരിയയിലാണ് ആ കട്ട് ചെയ്തത്. വിട്ടിത്തരം, മനുഷ്യന് ബോധമില്ല. ഇന്ന് ജ്യൂസ് എന്ന് പറഞ്ഞ സാധനം കുടിക്കുന്നത് നല്ലതല്ല. എന്താണ് നല്ലതല്ല? കാരണം ജ്യൂസ് എന്ന പേര് ഇന്ന് നമ്മൾ കഴിക്കുന്നത് ഈ ഫൈബർ കണ്ടന്റുകൾ മുഴുവനും ഒഴിവാക്കിയതിന് ശേഷമുള്ള വെറും പച്ച വെള്ളമാണ്. എന്നിട്ട് അതിലേക്ക് പഞ്ചസാര ചേർത്തതാണ് ജ്യൂസ്. അതല്ല ഫുഡ്, അതല്ല ഫ്രൂട്ട്. ഫ്രൂട്ട് റെഡി ടു ഈറ്റ് ആണ്. അങ്ങനെ കഴിക്കുക. റെഡി ടു ഈറ്റ് അതാണ് ഫ്രൂട്ടിൻ്റെ പ്രത്യേകത. ഫ്രൂട്ട് എന്ന് പറഞ്ഞാൽ ഫ്രൂട്ടിനെ ഇനി ഒന്നും ചെയ്യാനില്ല. ഫ്രൂട്ട് വേവിക്ക പോലും ചെയ്യരുത്. ഉദാഹരണം പറയാൻ, ചില ആളുകൾ പുഴുങ്ങും വാഴപ്പഴം പുഴുങ്ങിയാൽ അതിൻ്റെ ഗുണം നഷ്ടപ്പെടും. പുഴുങ്ങരുത്. വാഴപ്പഴം പുഴുങ്ങിയാൽ അതിൻ്റെ പ്രധാനപ്പെട്ട കണ്ടന്റുകൾ വെള്ളത്തിൽ പോകും. മനസ്സിലാണ്ട് പറഞ്ഞത്? ഏത് ഷുഗർ രോഗിക്കും ഒരളവിൽ ഫ്രൂട്ട് കഴിക്കുക, പരിധി വിടരുതെന്നേ ഉള്ളൂ. ഏത് ആവി വേവിച്ചാൽ ഇതിൽ വെള്ളം ചേർക്കൂലേ? ഓക്കെ. എന്നാലും ഒരു കാര്യം ഉണ്ടെന്നറിയോ, ചില സാധനങ്ങൾ അതിൻ്റെ വേവിക്കാതെ കഴിക്കേണ്ട ഭക്ഷണങ്ങളുണ്ട്, വേവിച്ച് കഴിക്കുന്നതുകൊണ്ട്. ചില സാധനങ്ങൾ അങ്ങനെയാണ്, അത് വേവിക്കാതെ കഴിക്കേണ്ടതാണ്. അപ്പോൾ അതിൻ്റെ സിസ്റ്റം അങ്ങനെ തന്നെ ഉള്ളിലേക്ക് കയറുള്ളൂ. അപ്പോൾ ഓരോ സാധനങ്ങളും വ്യത്യാസപ്പെടുന്നതിനനുസരിച്ച് അതിൻ്റെ പല മൂലകങ്ങളും അതിന് ഒഴിവായി പോകും, വാതകമായി പുറത്തു പോകും. ഇപ്പോൾ ഉദാഹരണം പറയാം, ഈ ഒരു സാധനത്തെ പുഴുങ്ങിയാൽ അതിന് നീരാവി പോകുന്ന കുറച്ച് സാധനങ്ങളുണ്ടാവും, അതതിൻ്റെ പ്രധാനപ്പെട്ട കണ്ടന്റ് ആയിരിക്കും. അപ്പം റെഡി ടു ഈറ്റ്, നമ്മൾ അളവിൽ കൂട്ടരുതെന്നുള്ളൂ. ഏത് പഴമാണ് ഷുഗർ രോഗിക്ക് കഴിക്കാൻ പറ്റാത്തത്? ഷുഗർ രോഗി കഴിക്കുക, അതൊക്കെ ആവശ്യം. ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഷുഗർ രോഗിക്ക് അപകടം ഉണ്ടാക്കുന്ന ഒരു സാധനമാണ് എന്ന് നല്ല മാങ്ങ. പക്ഷെ അത് ഒരളവിൽ കഴിക്കാം. പൈനാപ്പിൾ ഷുഗർ രോഗി പ്രയാസം ഉണ്ടാക്കുന്ന ഒരു സാധനം. എന്നാലും ഒരു കഷ്ണമൊക്കെ കഴിക്കാം, 2 കഷ്ണം കഴിക്കാം, അതെന്നെ കഴിക്കരുതെന്ന്. നമ്മൾ കഴിക്കാന്ന് പറഞ്ഞാൽ ആട് കഴിക്കും. നമ്മൾ ചക്ക എന്ന് പറഞ്ഞാൽ ഒരു ചക്ക മുഴുവൻ തിന്നാലും നമുക്ക് പൂതിയാവില്ല, ഷുഗർ രോഗിയാവും ചെയ്യും. പരിധി എല്ലാത്തിനും വെക്കുന്നത് നല്ലതാണ്, ഏത് ഫ്രൂട്ട്. അപ്പം ഞാൻ പറഞ്ഞു കൊണ്ടുവന്ന എന്തായാലും 40ഓളം മഹല്ലിലെ ജനങ്ങൾക്ക് ഉപകരിക്കാൻ വേണ്ടിയിട്ട് ഒരു 6-7 കൊല്ലങ്ങൾക്ക് മുമ്പ് നടത്തിയ ഒരു ധാരാളം പണ്ഡിതന്മാർക്ക് ഉപദേശിച്ചു കൊടുത്തു. ആ പണ്ഡിതന്മാർക്ക് അത് ഉപകരിച്ചു. എന്താ അടിസ്ഥാന കാരണം? ക്യാൻസർ. അതിനുവേണ്ടി നടത്തിയ ഒരു വല്ലാത്തൊരു പഠനം. ആ പഠന പ്രഭാഷണം കേൾക്കാത്തവർ കേട്ടിരിക്കണം. അതൊരു വല്ലാത്ത പ്രസംഗമാണ്. അപൂർവമായി നിന്നിൽ വന്നൊരു പ്രസംഗമാണത്. പക്ഷെ ആ പ്രസംഗത്തിലും എന്താ പറയുക, ആ പ്രസംഗത്തിലും ഒരു ഏരിയ കട്ട് ചെയ്തു, എന്നിട്ട് അത് കേൾപ്പിച്ചു. എന്നിട്ട് ഇപ്പോഴും സ്കൂളിൽ പോകുന്ന എൻ്റെ കുട്ടികളെ ഷുഗർ എന്താ പറയുക, അത് നമ്മളെ ജ്യൂസ് ഉസ്താദിൻ്റെ മോനാണ്. സ്കൂളിൽ പോകുന്ന എൻ്റെ കുട്ടികളെ കളിയാക്കും.
എൻ്റെ കുട്ടിയെ ആൺകുട്ടികളെയും പെൺകുട്ടികളെയും കളിയാക്കും. ഈ പ്രസംഗം ഒരു കേൾക്കോ ഇല്ല. അത് നമ്മൾ ആ ജ്യൂസ് ഉസ്താദ് അല്ലേ ആ മൂപ്പര കുട്ടിയാണ് എന്ന് പറയും. അത് നമ്മൾ ടീച്ചർമാർ പറയും, അങ്ങനെ പറയുന്ന ടീച്ചർമാരുണ്ട്. എനിക്ക് വിരോധമൊന്നുമില്ല. നിങ്ങളെ വിവരക്കേട് ഈ ഭൂലോകത്തെ ഏറ്റവും വിവരമില്ലാത്തൊരു ടീച്ചർമാരും മാഷന്മാരുമാണ് എൻ്റെ വിശ്വാസം. അതാണ് ഈ ലോകത്ത് ഏറ്റവും വിവരം കുറഞ്ഞൊരു മാഷന്മാരും ടീച്ചർമാരും. അത്ര വിവരം കുറഞ്ഞ ഒരു ജനത വേറെ ആരുമില്ല. ഒരു നാടൻ്റെ വിവരം ടീച്ചർക്ക് മാഷുണ്ടാവില്ല. അത് എൻ്റെ അനുഭവമാണ്, സത്യമാണ്. കേരളത്തിൽ പിന്നെ മഹാന്മാരായ മാഷന്മാരെ പേര് പറയും വളരെ കുറച്ചുണ്ട്. എന്തുകൊണ്ടെന്നറിയോ? നാട്യം. കാരണം ഞങ്ങൾക്കെല്ലാം അറിയും എന്ന നാട്യം ഒരു ചുക്കും അറിയില്ല. കുട്ടികളുടെ ബുദ്ധി ഉണ്ടാവുള്ളൂ. ഒരു കാലത്ത് ഒരു കുട്ടിയായി നടന്നു, പിന്നെ ഒരു കുട്ടികളെ പഠിപ്പിക്കും ചോദിച്ചു. അവരെ മുന്നിലുള്ള എന്നും കുട്ടിയാണ്. അത് കുട്ടികളുടെ ബുദ്ധി മാത്രമേ മാഷന്മാർക്ക് ഉണ്ടാവുള്ളൂ. കുറ്റം പറയാല്ല കേട്ടോ. അപ്പോൾ അത്തരം ആളുകൾ അത് പ്രശ്നമാക്കിയിരുന്നിട്ട് സ്കൂളിൽ നിന്ന് കുട്ടികളെ കളിയാക്കുന്ന ആൾ ഇപ്പോഴും ഉണ്ട്. ഈ കഴിഞ്ഞ ആഴ്ച എൻ്റെ ഒരു കുട്ടി പറഞ്ഞിട്ടുണ്ട്, പിന്നെ ജോസിസ്ഥാൻ്റെ മകളാന്ന് പറഞ്ഞിട്ട് എന്നെ കളിയാക്കും. അതിന് മറുപടി ഇല്ല. അപ്പം അതിനൊന്നും മറുപടി ഇല്ല. എന്താ അപ്പം അതിന് മറുപടി പറയാനുള്ളത്? അപ്പം ഇങ്ങനെയാണ് ആ പ്രസംഗം. നിങ്ങൾ കേട്ടു നോക്ക്. ആ പ്രസംഗം പലതവണ കേട്ട അനവധി ആളുകൾ എന്നോട് വീണ്ടും പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾക്കത് വല്ലാതെ ഉപകരിച്ചു ആ പ്രസംഗം. അപ്പോൾ ഞാൻ പറഞ്ഞു കൊണ്ടുവരുന്നത് എന്തെന്നാൽ, നമ്മൾ ചെയ്യുന്ന ചില സാധനങ്ങൾ, നമ്മളതിൽ അടങ്ങിയ സാധനങ്ങൾ നമ്മൾ ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ രൂപത്തിൽ ഉപയോഗിച്ചാൽ അത് വലിയ ഗുണം ഉണ്ടാക്കും. ഇപ്പം ചേനയായി കഴിക്കുമ്പോൾ അവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഭാഗമുണ്ട്. അപ്പം അതിൽ ഒന്നിരിക്കൽ എന്ത് ചെയ്യാം, മണ്ണിൽ ചേർത്തിട്ട് ചുടണം. മണ്ണിൽ പൊതിയുക, എന്നിട്ട് ചുടുക. എന്നിട്ട് ആ മണ്ണും അതിൻ്റെ പുറം തൊലിയാണ്ട് ഒഴിവാക്കിയിട്ട് അതിൻ്റെ നല്ല രസമാണ്. ചുട്ട ചേന കഴിച്ചിട്ടുണ്ടോ? നല്ല രസം. ആ പൊരിച്ച് കഴിക്കാം. പക്ഷെ ചുട്ടത് ഭയങ്കര രസമാണ്. പൊരിച്ചത് കഴിക്കാം, പക്ഷെ ചുട്ടത് എന്ന് പറഞ്ഞാൽ ചുട്ടയിൽ എണ്ണയുടെ ദോഷം വരെ എന്തിലില്ല? മണ്ണിലില്ല. മണ്ണിൽ അതിനെ പൊതിയാം. മണ്ണിൽ പൊതിഞ്ഞിട്ട് അടുപ്പിലിട്ട് ചൂടുക. ഡയറക്റ്റ് തീ ഇതിലേക്കൂട്ട് വരില്ല. പിന്നെ വെന്തതിന് ശേഷം ഈ മണ്ണും അതിൻ്റെ തൊലിയും കൂടെ ഒഴിവാക്കുക. എന്താ അതിൻ്റെ രസം! വല്ലാത്ത രസമാണ് അതൊക്കെ. ചേനയിൽ ഗ്ലൂക്കോമാനൻ എന്ന ഒരു പ്രത്യേകമായ ഒരു വസ്തുവുണ്ട്. ഈ ഗ്ലൂക്കോമാനനെ സംബന്ധിച്ചിടത്തോളം അത് ദഹന പ്രക്രിയയും കുടലിൻ്റെ ആരോഗ്യത്തെയും വളരെ കൂടുതൽ സ്വാധീനിക്കുന്നതാണെന്ന് കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയുടെ പഠനം പുറത്തു വന്നിട്ടുണ്ട്. ഗ്ലൂക്കോമാനൻ ചേനയിൽ അടങ്ങിയിട്ടുള്ളതാണ്. ഇതിൻ്റെ ഗുണങ്ങൾ എന്താണ്? ഇത് ക്യാൻസർ രോഗത്തിൻ്റെ സാധ്യത തന്നെ കുറക്കും. ചേനയിൽ അടങ്ങിയിട്ടുള്ള ഗ്ലൂക്കോമാനൻ കുടലിൻ്റെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ് എന്ന് മാത്രമല്ല, അത് ക്യാൻസർ സാധ്യതയെ വളരെ കൂടുതൽ കുറക്കും. കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയും ഇതേ പഠനങ്ങൾ നടത്തിയിട്ടുണ്ട് എന്ന് മാത്രമല്ല, ശരീരത്തിനുള്ളിലെ വിഷാംശങ്ങളെ പുറത്ത് കളയാൻ ചേനയിൽ അടങ്ങിയിട്ടുള്ള ഗ്ലൂക്കോമാനിന് കഴിയും എന്ന് കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയുടെ പഠനമുണ്ട്. ക്യാൻസർ ഉണ്ടാവില്ല. ഇപ്പം ആന്തരികമായ അവയവങ്ങൾക്കുണ്ടാകുന്ന ക്യാൻസറുകൾ തടയാൻ അതിന് പ്രത്യേകമായ, ഇപ്പോൾ കുടലിലെ ക്യാൻസർ, ശരീരത്തിൻ്റെ ഉൾഭാഗത്തുണ്ടാകുന്ന ക്യാൻസർ, ഈ ക്യാൻസറുകളൊക്കെ വിഷാംശങ്ങൾ അടിഞ്ഞുകൂടുന്നതിനാൽ ഉണ്ടായിത്തീരുന്നതാണ്. ഇതൊക്കെ ചേനയിൽ അടങ്ങിയിട്ടുള്ള ഗ്ലൂക്കോമാനൻ കാരണമായിട്ട് ഇത്തരം എന്താ പറയുക, അതിൻ്റെ ക്യാൻസറിന് കാരണമാകുന്ന എല്ലാ എൻസൈമുകളെയും കുറക്കാൻ അതിന് കഴിയും. വിഷാംശങ്ങളെ പുറന്തള്ളാനും അതിന് കഴിയും. ബ്രിട്ടീഷ് ജേണൽ ഓഫ് ന്യൂട്രീഷൻ പുറത്തിറക്കിയ പഠനമുണ്ട്. ഗ്ലൂക്കോമാൻ ഫൈബർ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് കുടലിലെ ദോഷകരമായ ബീറ്റ ഗ്ലൂക്കോറാണിഡേഴ്സിനെ കുറക്കാനും മാത്രമല്ല, അത് കുടലിൻ്റെ പ്രവർത്തനങ്ങളെ നന്നാക്കിയെടുക്കാനും വളരെ കൂടുതൽ സഹായിക്കും. ഇത് മാത്രമല്ല, ഇത് കുടലിലെ കോശങ്ങളെ സംരക്ഷിക്കുകയും കുടലിലെ ക്യാൻസർ സാധ്യതയെ പ്രതിരോധിക്കുകയും ചെയ്യും. മാത്രമല്ല, കുടലിൻ്റെ ഭിത്തികൾ, കുടൽ പ്രതിരോധത്തിൻ്റെ ശക്തി വർദ്ധിപ്പിക്കും. കുടലിന് പ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കാൻ ചേനക്ക് കഴിയും. മാത്രമല്ല, കുടലിൻ്റെ ആന്തരിക ഭിത്തികൾക്ക് കേടുപാടുകൾ സംഭവിക്കുന്നത് തടയാൻ ചേനയിൽ നാരുഘടകങ്ങൾക്ക് പ്രത്യേകമായ കഴിവുണ്ട്. കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയുടെ പ്രത്യേകമായ പഠനമുണ്ട്. ഗ്ലൂക്കോമാനിൻ പോളിസാക്കറൈഡുകൾ കുടലിലെ മ്യൂക്കോസൽ ബാരിയറിൻ്റെ അഥവാ ആന്തരിക പ്രതിരോധ ഭിത്തിയെ ശക്തമാക്കും. ഇത് കുടലിലെ
രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുകയും കുടൽ വീക്കം പോലെയുള്ള രോഗങ്ങളെ തടയുകയും ചെയ്യും. ചേന കുടലിലെ ബാക്ടീരിയകൾക്ക് സംരക്ഷണം നൽകും. അതായത് നല്ല ബാക്ടീരിയകളെ നിലനിർത്തും. ദോഷപ്പെട്ടതിനെ അതിനെ വളരാൻ കഴിയുകയില്ല. നമ്മുടെ ദഹന വ്യവസ്ഥയിലെ എൻസൈമുകൾക്ക് ചേനയിലെ ഗ്ലൂക്കോമാനെ നേരിട്ട് ദഹിപ്പിക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഇത് നേരെ വൻകുടലിലെത്തും. വൻകുടലിലെത്തിയാൽ വൻകുടലിലെ നമ്മുടെ കുടലിനെ സംരക്ഷിക്കുകയും നമ്മുടെ ശരീരത്തിന് ഏറ്റവും കൂടുതൽ ഊർജം നൽകുകയും ചെയ്യുന്ന ഘടകങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഭക്ഷണമാകാനും ഇതിന് കഴിയും. ഇതേ പഠനം തന്നെ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയുടെ പഠനം പുറത്തു വന്നിട്ടുണ്ട്. അതായത് കുടലിലെ ദോഷകരമായ ശരീരത്തിന് ദോഷകരമായ ബാധിക്കുന്ന കാര്യങ്ങളുടെ വളർച്ച ഇത് തടയും. അതോടുകൂടെ തന്നെ കരുത്ത് നൽകും. കുടൽ ഭിത്തികൾക്ക് കരുത്ത് നൽകും എന്ന് മാത്രമല്ല, രോഗപ്രതിരോധ ശക്തിയെ അത് വർദ്ധിപ്പിക്കും. നല്ല ബാക്ടീരിയകളുടെ വളർച്ചയെ സഹായിക്കും എന്ന് മാത്രമല്ല, കുടലിൻ്റെ വാർദ്ധക്യം തടയും. ഒരു പരിധി കഴിഞ്ഞാൽ പിന്നെ കുടലിന് ദഹനശേഷി കുറയും. ചേന കഴിച്ചുകൊണ്ടിരുന്നാൽ ദഹനശേഷി നിലനിൽക്കും. ശ്രദ്ധിക്കുക. ഇപ്പോൾ ഒരു പരിധി കഴിഞ്ഞാൽ ചില സാധനങ്ങൾ ദഹിക്കൂല. അതേസമയത്ത് ചേന കൃത്യമായി സ്ഥിരമായി ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തി കഴിയുന്ന ആളുകൾക്ക് 2 ഗുണങ്ങളുണ്ട്. ചേന ചേമ്പിന് ഒന്ന് ശരീരത്തിന് മുഖത്തിൻ്റെ ഭംഗി കൂട്ടാൻ ചേനക്കും ചേമ്പിനും കഴിയും, കാച്ചിലും കഴിയും. 2 അപ്പോൾ പുറത്തെ വാർദ്ധക്യവും തടയും, ഉള്ളിലെ വാർദ്ധക്യവും തടയും. ഞാൻ ഇതൊക്കെ ഇങ്ങനെ തന്നെ പറയാം. നിങ്ങൾ പഠിച്ചു നോക്കിയാൽ വെറുതെ പറയല്ലേ. മുഖത്തിന് ഭംഗി കൂടുന്ന പറഞ്ഞ പെണ്ണുങ്ങൾ പിന്നെ എന്തായാലും തിന്നും. അത് വലിയൊരു കാര്യമാണല്ലോ. മുഖത്തിന് ഭംഗി കൂടുക എന്നുള്ള പെണ്ണുങ്ങൾ. കുടലിന് ഇനി എന്ത് പറ്റിയാലും വേണ്ട, മുഖത്തിന് ഭംഗി കൂടുക എന്നുള്ള പെണ്ണുങ്ങൾക്ക് വലിയൊരു ഇഷ്ടമുള്ള കാര്യമാണ്. അപ്പം ഞാൻ വാർദ്ധക്യം തടയും. ചേനയും ചേമ്പും കാവത്തൊക്കെ പ്രത്യേകിച്ച് സ്ഥിരമായി കഴിക്കുന്ന ആളുകൾക്ക് മുഖത്തിനൊരു ഒരു ഓമനത്വം, ചർമ്മത്തിനൊരു ഓമനത്വം, തൊട്ടാലൊരു ഓമനത്വം എല്ലാ കാലത്തും നിലനിൽക്കും. പിന്നെ അതേപോലെ തന്നെ കുടലിന് ആരോഗ്യമുണ്ടാക്കും. അതൊക്കെ അതിന് കഴിയും. പ്രായമാകുമ്പോൾ ഉണ്ടാകുന്ന കുടലിൻ്റെ ഘടനാപരമായ തകർച്ച, അതായത് പ്രായമാകുമ്പോൾ കുടലിന് പഴയ കാലത്തെ കഴിവില്ലാതെയാവും. അതേസമയത്ത് ചേനയും ചേമ്പും കാവത്തും സ്ഥിരമായി ഭക്ഷണത്തിൽ ഉപയോഗിച്ചാൽ കുടലിന് വാർദ്ധക്യം ബാധിക്കുകയേയില്ല. എന്തുകൊണ്ട്? കെട്ടി നിൽക്കൂല. ഈ കെട്ടി നിൽക്കലുണ്ടായാലേ കുടലിന് സ്വാഭാവികമായി എന്തുണ്ടാവുള്ളൂ? വാർദ്ധക്യം ഉണ്ടാവുള്ളൂ. പഴയ കാലത്ത് 2 ഗുണങ്ങൾ. ഇത്തരം സാധനങ്ങൾ കഴിച്ചതിന് ശേഷവും മാസത്തിൽ ഒരിക്കൽ വയറിളക്കും. ഇത്തരം സാധനങ്ങൾ കഴിക്കുമ്പോൾ സ്വാഭാവികമായി കെട്ടിക്കുക. എന്നിട്ട് തന്നെ ഒരു ദിവസം നിശ്ചയിക്കും. ഒന്നൊരിക്കൽ 1-ാം തീയതി തലേന്ന് രാത്രി കിടക്കുമ്പോൾ എന്ത് ചെയ്യും? സുന്നാമക്കി കുടിക്കും, നേരം നമുക്ക് വയറ്റിരിക്കും. ഇല്ലേ? സ്ഥിരം വയറിളക്കും. ഇന്നിപ്പോൾ വയറിളക്കണ പരിപാടി തന്നെയല്ലേ. വയറിലൊന്നും കെട്ടി നിൽക്കാത്ത സാധനങ്ങളാ കഴിക്കുക. എന്നിട്ട് തന്നെ മാസത്തിൽ ഒരിക്കൽ വയറിളക്കും. അതാണ് അവരുടെ ശക്തി, അതാണ് അവരുടെ ഊർജം, അതാണ് അവരുടെ കരുത്ത്. അല്ലാതെ എന്ത് മരുന്നാ? ആമണക്കണ്ണ ആമണക്കണ്ണൊക്കെ കുടിക്കണമെങ്കിൽ അതിനൊരു പ്രത്യേക മോദക സത്ത്, ആമണക്കണ്ണ ഇതൊക്കെ കുടിക്കും. അപ്പോൾ ചേന ഒരു സാധാരണ അന്താരാഷ്ട്ര പഠനങ്ങൾ, അത് ഉദാഹരണം ഹാർവാർഡ് യൂണിവേഴ്സിറ്റി, കേംബ്രിഡ്ജ്, ഓക്സ്ഫോർഡ്, ഇങ്ങനെ ഒരുപാട് പഠനങ്ങൾ ഈ അടുത്ത കാലത്ത് പുറത്തു വന്നിട്ടുണ്ട്. അവരുടെ എല്ലാ പഠനങ്ങളുടെ റിപ്പോർട്ട് അനുസരിച്ച് ചേന ഒരു സാധാരണ കിഴങ്ങ് വർഗമല്ല. ഇതിലെ ഗ്ലൂക്കോമാൻ ഫൈബർ കുടലിലെ ക്യാൻസർ കോശങ്ങളെ നശിപ്പിക്കാനും നല്ല ബാക്ടീരിയകളെ വളർത്താനും കുടലിൻ്റെ ആന്തരിക ഭിത്തികളെ സംരക്ഷിക്കാനും സഹായിക്കുന്ന മികച്ച ഒരു സ്പെഷ്യലി മെഡിക്കൽ ഫുഡ് എന്ന് പറയാം. ലോകത്തെ ഏറ്റവും മഹത്തായ ഒരു ഭക്ഷണ പദാർത്ഥമാണ് ചേന എന്ന് ലോകത്തെ മുഴുവനും യൂണിവേഴ്സിറ്റികൾ കണ്ടെത്തിയിട്ടുണ്ട്. ഒരു സ്പെഷ്യാലിറ്റി ഒരു പ്രത്യേകമായ ഒരു സൂപ്പർ ഫുഡാണിത്. ഒരു പ്രത്യേകമായ ഒരു സൂപ്പർ ഫുഡാണിത്. വളരെ പ്രധാനപ്പെട്ട ഒരു സൂപ്പർ ഫുഡ് എന്ന് വേണമെങ്കിൽ ഇതിനെക്കുറിച്ച് പറയാം. ലോകം മുഴുവനും അത് അംഗീകരിച്ചിട്ടുണ്ട്. മാത്രമല്ല, ഇൻസുലിൻ പ്രതിരോധം കുറക്കാൻ ചേനയ്ക്ക് കഴിയും. ചേനയിൽ ലയിക്കുന്ന നാരായ ഗ്ലൂക്കോമാൻ ശരീരത്തിലെ ഇൻസുലിൻ സെൻസിറ്റിവിറ്റി വർദ്ധിപ്പിക്കാൻ സഹായിക്കും. അതുകൊണ്ട് എന്തുണ്ടാവും? ഇൻസുലിൻ പ്രതിരോധം കുറക്കാൻ കഴിയും. മാത്രമല്ല,
ഹാർഡ്വാർഡ് യൂണിവേഴ്സിറ്റി കണ്ടെത്തിയ ഒരു പ്രധാനപ്പെട്ട റിപ്പോർട്ട് അനുസരിച്ച് ചേന ഉൾപ്പെടുന്ന കിഴങ്ങ് വർഗ്ഗത്തിൽ ഉയർന്ന വിസ്കോസിറ്റിയിലുള്ള നാരിക രക്തത്തിലെ ഗ്ലൂക്കോസ് ആഗിരണം ചെയ്യുന്നത് പതുക്കെയാക്കുന്നു. ഇത് കോശങ്ങളെ ഇൻസുലിൻ പ്രതിരോധം കുറയ്ക്കുകയും ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ ലെവൽ ഗണ്യമായി നിയന്ത്രിക്കുകയും ചെയ്യാൻ ചേനക്ക് കഴിയും. മനസ്സിലായില്ല? ഇപ്പോൾ ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ ലെവൽ കൃത്യമാക്കാൻ ചേനയ്ക്ക് കഴിയും. ഇപ്പോൾ ഉദാഹരണം പറയാം, ഒരാളുടെ ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ ലെവൽ കുറച്ച് കൂടുതലാണെങ്കിൽ അയാൾ ആ ആഴ്ച ചേന കൃത്യമായി ഭക്ഷണത്തിൽ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അത് നിയന്ത്രിച്ച് താഴേക്ക് കൊണ്ടുവരാൻ, അഥവാ പ്രമേഹത്തിനെ നിയന്ത്രിക്കാൻ വല്ലാത്തൊരു കഴിവ് ചേനക്കുണ്ട് എന്ന് ഹാർവാർഡ് യൂണിവേഴ്സിറ്റി നടത്തിയ പഠനത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്. ആഹാരശേഷമുള്ള പഞ്ചസാരയുടെ വർധനവിനെയും തണിക്കും. ഉദാഹരണം പറയാം, ഇപ്പം പിന്നെ ആഫ്റ്റർ ഫുഡ് നമ്മൾ 1 മണിക്കൂറോ 1.5 മണിക്കൂറോ കഴിഞ്ഞ് 1 മണിക്കൂർ 1.25 മണിക്കൂർ കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വീണ്ടും ഫാസ്റ്റിങ്ങിന് ശേഷം നമ്മൾ ഫുഡ് കഴിച്ചൊരു 1.25 മണിക്കൂർ കഴിഞ്ഞ് 2 മണിക്കൂറൊക്കെ ആകുമ്പോൾ നമ്മൾ വീണ്ടും എന്ത് ചെയ്യും? ബ്ലഡ് ഷുഗർ ചെക്ക് ചെയ്താൽ മറ്റുള്ള ഭക്ഷണം കഴിക്കുന്നതും ചേന കഴിക്കുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. ചേന കഴിച്ചാൽ ആ ബ്ലഡ് ഷുഗറിൻ്റെ ലെവൽ ഫാസ്റ്റിംഗ് ലെവലിനേക്കാൾ വല്ലാതെ ഉയരാതെ നിയന്ത്രിക്കാൻ ചേനക്ക് കഴിയും. ചേന വല്ലാത്തൊരു കഴിവ്, അതിൻ്റെ പഞ്ചസാരയുടെ വർധനവിനെ തടയാൻ വല്ലാത്തൊരു കഴിവ് ചേനക്കുണ്ട്. കുത്തനെ ഉയരുന്നിരുന്ന് ഭക്ഷണം കഴിച്ച ഉടൻ രക്തത്തിൽ പഞ്ചസാരയുടെ അളവ് കുത്തനെ ഉയരുന്നത് തടയാൻ ചേനക്ക് കഴിയും. അമേരിക്കൻ ഡയബറ്റിസ് അസോസിയേഷൻ കണ്ടെത്തിയ പ്രധാനപ്പെട്ട പഠനമനുസരിച്ച് ഗ്ലൂക്കോമാൻ അടങ്ങിയ ഭക്ഷണങ്ങൾ വയറ്റിൽ വെച്ച് ഒരു ജെല്ല് രൂപത്തിലാവുകയും ഇത് കാർബോഹൈഡ്രേറ്റുകളുടെ ദഹന പ്രക്രിയയെ സാവധാനത്തിലാക്കുകയും ചെയ്യുന്നു എന്നാണ്. ടൈപ്പ് 2 പ്രമേഹബാധിതർ ആഹാരശേഷമുള്ള ഗ്ലൂക്കോസ് നിയന്ത്രിക്കാൻ ഇത് സഹായിക്കും. നിങ്ങൾക്കറിയാലോ, ടൈപ്പ് 2 എന്താ പറയുക, പ്രമേഹ രോഗികളുണ്ട്. ആ പ്രമേഹ രോഗികൾക്ക് ആഹാരശേഷമുള്ള ഗ്ലൂക്കോസിനെ, അതായത് ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ ലെവലിനേക്കാൾ വല്ലാതെ പൊങ്ങാതെ സഹായിക്കാൻ ചേനക്ക് പ്രത്യേകമായ കഴിവുണ്ട് എന്ന് ഈ അടുത്ത കാലത്ത് പ്രത്യേകിച്ച് അമേരിക്കൻ ഡയബറ്റിസ് അസോസിയേഷൻ കണ്ടെത്തിയ പ്രധാനപ്പെട്ട പഠനങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. ഇതൊക്കെ നടന്നിട്ടും നമ്മുടെ നാട്ടുകാരായ, ഇതൊക്കെ ഇതിൻ്റെ നാട് യഥാർത്ഥത്തിൽ നമ്മളെ നാടാണ്. ലോകത്തേക്ക് മുഴുവനും കയറ്റിവിടാൻ മാത്രം ചേനയും ചേമ്പും ഉണ്ടാക്കാൻ പറ്റിയ നാടാണ് നമ്മൾ. മാത്രമല്ല, ചേനയിലുണ്ടായ ചില പ്രത്യേകമായ ഘടകങ്ങൾ, കരള്, പാൻക്രിയാസ്, ഇതിൻ്റെയൊക്കെ തകരാറുകൾക്ക് പരിഹരിക്കാനും ചേനക്ക് കഴിയും. പാൻക്രിയാസ് ഗ്രന്ഥിയിലെ ബീറ്റ കോശങ്ങൾക്കും കരളിനും ഉണ്ടാകുന്ന കേടുപാടുകൾ തീർക്കാൻ ഇതിലെ ആൻറ്റി ഓക്സിഡൻറ്റുകൾക്ക് പ്രത്യേകമായി കഴിവുണ്ട് ചേനയിൽ. അമേരിക്കൻ കെമിക്കൽ സിറ്റി സൊസൈറ്റി നടത്തിയ പഠനമനുസരിച്ച് ചേനയിലെ സത്ത് പ്രമേഹം ബാധിച്ച കോശങ്ങളിലെ ലിപ്പിഡ് മെറ്റബോളിസം മെച്ചപ്പെടുത്തുകയും പാൻക്രിയാസിലെ വീക്കങ്ങൾ കുറയ്ക്കുകയും ചെയ്യുന്നതായി ഇവരുടെ ലിപ്പിഡോമിക്സ് പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട് ഈ അടുത്ത കാലഘട്ടത്തിൽ. മാത്രമല്ല, തലച്ചോറിൽ ചേനയിൽ അടങ്ങിയിട്ടുള്ള ഡയോസ്റ്റനിൻ എന്ന സവിശേഷ ഘടകം തലച്ചോറിൽ നാഡീകോശങ്ങളുടെ വളർച്ചയെ ഉത്തേജിപ്പിക്കും. അതായത് തലച്ചോറിന് കൂടുതൽ പ്രവർത്തിപ്പിക്കാൻ കഴിയും. പഠിക്കുന്ന കുട്ടികൾ, ഗവേഷണം നടത്തുന്ന ആളുകൾ, ഇവർക്കൊക്കെ ചേന കഴിക്കുകയാണെങ്കിൽ ഒന്നുകൂടി തലച്ചോറ് വികസിക്കും. തലച്ചോറിൽ ഒന്നുകൂടി, ഇതൊക്കെ നിങ്ങൾ ചിന്തിക്കണം. നിങ്ങളൊക്കെ പഠിക്കുന്ന കുട്ടികളാണ്, അതിനോട് ചിന്തിക്കണം. അടുത്ത കാലത്ത് വലിയ വലിയ പഠനങ്ങൾ, ഡയോസ്റ്റനിൻ എന്നൊരു സവിശേഷ ഘടകം ചേനയിലുണ്ട്. അത് തലച്ചോറിലെ നാഡീകോശങ്ങളുടെ വളർച്ചയെ ഉത്തേജിപ്പിക്കും. ഇത് ഓർമ്മശക്തി വർദ്ധിപ്പിക്കാനും അൽസിമേഴ്സ് പോലുള്ള രോഗങ്ങൾ ചെറുക്കാനും സഹായിക്കും. ഓർമ്മശക്തി വർദ്ധിപ്പിക്കും. ഇപ്പോൾ ചേന കൃത്യമായി കഴിക്കുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അത് കഴിക്കാത്ത, ഇപ്പോൾ ഉദാഹരണം ഇന്നത്തെ ഫാസ്റ്റ് ഫുഡ് കഴിക്കുന്ന കുട്ടിയും ചേന കഴിക്കുന്ന കുട്ടിയും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ചേന കഴിക്കുന്ന കുട്ടികൾക്ക് മെമ്മറി പവർ കൂടും. തലച്ചോറിലെ എന്താ പറയുക, ഓർമ്മശക്തി വർദ്ധിപ്പിക്കുന്ന നാഡീകോശങ്ങളെ വികസിപ്പിക്കാൻ കൂടുതൽ കാര്യങ്ങൾ തലച്ചോറിലേക്ക് എന്ത് ചെയ്യുക, അതിലേക്ക് അതിലേക്ക് കയറ്റി വെക്കാനും കൂടുതൽ കാര്യങ്ങൾ ഓർമ്മിപ്പിച്ചെടുക്കാനും അത്തരം കുട്ടികൾക്ക് കഴിയും. തലച്ചോറിൻ്റെ ശക്തി വർദ്ധിപ്പിക്കും. പ്രത്യേകിച്ച് മെമ്മറി പവർ കൂട്ടാൻ കഴിയും. അതായത് ഇന്നത്തെ നമ്മളുടെ നാട്ടിലുള്ള ഈ ഫാസ്റ്റ് ഫുഡ്, നമ്മൾ സാർവത്രികമായ ഫാസ്റ്റ് ഫുഡ് കഴിക്കുന്ന കുട്ടികൾക്ക് നേരെ എതിരാണ് ഉണ്ടാവുക. അവർക്ക് ഓർമ്മശക്തിയേ ഉണ്ടാവില്ല. മനസ്സിലാണ് പറയുന്നത്. പ്രത്യേകിച്ച് ഞാനൊരു പ്രശ്നം, ഈ വയറിൻ്റെ പ്രശ്നം അറിയാം. വയറ് കേടാണെങ്കിൽ ഓർമ്മശക്തി ഉണ്ടാവില്ല, ഒരു കാര്യം ചിന്തിക്കാൻ കഴിയില്ല. വയറ് ടൈറ്റാണെങ്കിൽ ബുദ്ധിശക്തി കുറയും, ചിന്താശക്തി കുറയും. പ്രത്യേകിച്ച് ഞാൻ പറയട്ടെ, നമ്മൾ ഒരു
പിന്നെ വയറ് കാലിയായ സമയത്ത് ചിന്തിക്കുന്നതും വയറ് ടൈറ്റായ സമയത്ത് ചിന്തിക്കുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. വയറ് ടൈറ്റായ സമയത്ത് ചിന്താശേഷി കുറയും. വയറ് നമ്മൾ കാലിയാണെങ്കിൽ ചിന്താശേഷി കൂടും. ഒന്നും തിന്നില്ലല്ലോ എന്നുള്ള ഖേദമില്ലാതിരുന്നാൽ മതി. നമുക്ക് സത്യത്തിൽ ഖേദാണ്. ദിവസത്തിൽ ഒരു കുറഞ്ഞ നേരം മാത്രമേ മനുഷ്യന് വിശപ്പുണ്ടാവുള്ളൂ, ബാക്കിയൊക്കെ മനുഷ്യന് പൂതി ഉണ്ടാകുക. മനസ്സിലായില്ല? മനുഷ്യന് തിന്നില്ലല്ലോ. ഇപ്പോൾ രാവിലെ എണീറ്റിട്ട് ഒരാൾ 10 മണി വരെ വേറൊരു കാര്യത്തിൽ ഏർപ്പെട്ടിട്ടായാലും അപ്പോൾ വിശപ്പേ അറിയില്ല. പിന്നെ അവന് ചിന്തിക്കും രാവിലെ 7 മണിക്ക് നാസ്ത കഴിക്കണ്ടല്ലേ. അപ്പോൾ അവന് പൂതിയായി. നാസ്തയെ നാവിലേക്ക് നാസ്തയുടെ രുചിന് വരുമ്പോഴത്തേനും സത്യത്തിൽ അന്ന് 4 മണി വരെ 5 മണി വരെ മുമ്പ് പെട്ടിട്ട് ഒരു താൻ തിന്നിട്ടില്ലെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാവില്ല. ഈ ചിന്തയാണ് മനുഷ്യനെ പൂതി ഉണ്ടാക്കുക. പൂതി ഉണ്ടാക്കുന്ന ആദിയാണ് പ്രശ്നം. കൊതി പൂതി അതുകൊണ്ടുണ്ടാക്കുന്ന ആദി, ഇത് മാത്രമേ മനുഷ്യന് പ്രശ്നമുള്ളൂ. അല്ലെങ്കിൽ ഒരു പ്രശ്നമില്ല. അപ്പൊ ഞാൻ പറഞ്ഞു കൊണ്ടുവരണം എന്താണെന്നറിയോ, ഇത്തരം കാര്യം വയറ് കെട്ടി നിൽക്കൂല. അപ്പൊ നല്ല ചിന്താശേഷി ഉണ്ടാവും. ഇപ്പൊ രാവിലെ എന്താ നല്ലൊരു സാധനമാണ് എന്ത്? രാവിലെ ചേനപ്പുഴുക്ക്, ചേമ്പ് പുഴുക്ക് രാവിലെ കഴിച്ചു പോവുക. തലേന്ന് രാത്രി ചേന പുഴുങ്ങി കഴിക്കാം. നിങ്ങളൊരു മാസം കഴിക്കും. ഒരു മാസം ചേന ചേമ്പൊന്ന് പുഴുങ്ങി കഴിക്കും. ഏത് ചേന ചേമ്പിൻ്റെ കാലാണല്ലോ ഏത്? മിഥുന കർക്കിടം. ശരീരത്തിൻ്റെ രീതിന് മാറും, കരുത്ത് കൂടും, കുടലിൻ്റെ കരുത്ത് കൂടും. ഫാസ്റ്റ് ഫുഡ് പറ്റ ഒഴിവാക്കുക, പഞ്ചസാര പറ്റ ഒഴിവാക്കുക, പൊറാട്ട പറ്റ ഒഴിവാക്കുക. പൊറാട്ട എന്താണെങ്കിലും ഒരു സാധനം കുറച്ച് കെട്ടി നിർത്തും. പൊറാട്ടയിൽ എന്താണെങ്കിലും കുറച്ച് കുടലിൽ കെട്ടി നിൽക്കണ്ടോ. നമ്മൾ പൊറാട്ട ഇപ്പോൾ പെൺകുട്ടിയൊക്കെ പറ്റുള്ളൂ. പെൺകുട്ടികളെ ഏറ്റവും ഇഷ്ടപ്പെട്ട വിഭവമാണ് എന്ത്? പൊറാട്ട. എന്നാൽ അവർ വയറിളക്കാൻ പറഞ്ഞാൽ ഒരാൾ വയറിളക്കില്ല. ഇതന്നെ അവസ്ഥ, ഇതാണ് അവസ്ഥ, നമ്മളെ അവസ്ഥ ഇതാണ്. എന്നിട്ട് മര്യാദയ്ക്ക് ബ്ലഡ് വരില്ല. എന്നാൽ മര്യാദയ്ക്ക് ബ്ലഡ് വരുമല്ല. നമസ്കരിക്കാൻ പറ്റുമോ? അതുമില്ല. എന്നാൽ ബ്ലഡാണ് വന്നിട്ട് ഒരു 2 ദിവസം കൊണ്ട് ബ്ലഡ് തീർന്നിട്ട് പിന്നെ അവർക്ക് 3-ാം ദിവസം നിസ്കരിക്കുകയാണെങ്കിൽ ഇത് 8, 9, 10 ദിവസങ്ങൾ ഇവർക്ക് ഹൈല് തീരില്ല. എന്നാൽ അവർ ബ്ലഡ് വരുമോ? ബ്ലഡ് വരില്ല. എന്താ കാരണം? ശരീരത്തിൻ്റെ ആ ശരീരത്തിൽ ബാലൻസ് നഷ്ടപ്പെട്ടു പോയതാണ്. ഒന്ന് ആമാശയത്തിൻ്റെ ബാലൻസ് തന്നെ. ഇപ്പം ഇവിടെ കുറച്ച് പെണ്ണുങ്ങൾ ഇരിക്കണ്ടല്ലോ, ഓരോട് ജീവിതത്തിൽ ഒരിക്കൽ വയറിളക്കിയെന്ന് വെച്ചോ. ജീവിതത്തിൽ ഒരിക്കൽ വയറിളക്കിയിട്ടുണ്ടോ ചോക്കാൻ? ജീവിതത്തിൽ അതന്നെ ജീവിതത്തിൽ ഒരിക്കൽ വയറിളക്കിയെന്നവരോട് ചോദിച്ചു നോക്കി. ഇന്ന് നമ്മളെ വീടുകൾ ഈ പ്രസംഗം കേൾക്കുന്ന നമ്മളെ പെണ്ണുങ്ങളോട് ഞാൻ ചോദിക്കുകയാണ്, നിങ്ങൾ ജീവിതത്തിൽ ഒരിക്കൽ വയറിളക്കി എന്ന് പറയാൻ കഴിയുമോ? ഈ പ്രസംഗം കേട്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വിദ്യാർത്ഥിനികളാണല്ലോ ഈ പ്രസംഗം കേൾക്കുക. അതിൽ ഒരു മാസത്തിൽ വയറിളക്കുന്നത് 1% ഉണ്ടാവില്ല. 1% ഉണ്ടാവും. സുന്നമക്കിയ പഴയതാണ്, ഏറ്റവും നല്ലതാണ്. ആമണക്കെണ്ണയും പറ്റും. പക്ഷെ ആമണക്കെണ്ണ കുടിക്കണമെങ്കിൽ കുറച്ച് പണിയാണത്. ആമണക്കെണ്ണ കുടിക്കാറുള്ള സംഭവമാണ്. സുന്നമക്കി എന്നെ ആട് കുടിച്ചാൽ മതി. പഴയ കാലത്ത് ഞങ്ങൾ കുടിക്കുമ്പോൾ മൂക്ക് പൊത്തി കുടിച്ചാൽ കുടിക്കാം. മറ്റു മൂക്ക് പൊത്തി കുടിക്കും, അത് കുടിക്കും. അത് കഴിഞ്ഞാൽ ലേശം ശർക്കര കഴിക്കും. ഗുളിക എന്നുള്ള ഭർത്താനം നിർത്തി പൊന്നാര ചെയ്യുന്നു. ഗുളിക ഭർത്താനം നിർത്തിക്കണം. ആര് വൈദ്യശാലയിലും ഞാൻ കൂറ്റൊന്നും പറയല്ല, എന്തോ ഒരു കെമിക്കലുണ്ടോ. സുന്നമക്കിൻ്റെ ഇലാണ് കൊണ്ടുവരിക, അത് വെള്ളത്തിലിട്ട് വെക്കുക, അതർ കുടിച്ചു നോക്കി. തിളപ്പിച്ചിട്ട് അതർ കുടിക്കാം. അതങ്ങോട്ട് പിന്നെ രാത്രി നല്ലോണം തിളപ്പിച്ചവിടെ വെക്കുക. വെളുപ്പാൻ കാലത്ത് ആണ് എണീറ്റ് ഒറ്റ കുടി. ഒരു 3 മണിക്കൊക്കെ എണീറ്റ് കുടിച്ചാൽ എന്ത് ചെയ്യുന്നറിയാം, ഒരു എന്താ പറയുക, വെളിച്ചം വെക്കുമ്പോൾ പൂക്കുടങ്ങും.
അപ്പൊ എന്താ ഒരു ദിവസം അതെന്നെ എന്നിട്ട് പിന്നെ അന്ന് വലിയ ഭക്ഷണം ഒന്നും കഴിക്കാതിരിക്കുക, എന്ന് പിന്നെ അതിന് കഴിഞ്ഞുകൊണ്ട് തന്നെ ബിരിയാണി കഴിക്കരുത്, പിന്നെ അന്ന് കഞ്ഞി മാത്രം കഴിക്കാം. എന്നാൽ ബോഡി നന്നാവും, സൗന്ദര്യം ഉണ്ടാവും, ഒരു ഓമനത്തുണ്ടാവും. കാരണം എന്താ, വയറ്റിൽ കെട്ടിക്കിടക്കണില്ല.